അങ്ങനെ ഏറ്റവും ഒടുവിൽ മാത്യു കുഴൽനാടൻ കയ്യേറിയ സർക്കാർ ഭൂമി സർക്കാരിലേക്ക് വീണ്ടും തിരിച്ചു വരികയാണ്. മാത്യു കുഴൽനാടന് 8ന്റെ പണിയാണ് ഈ കിട്ടുന്നത് എന്ന് എടുത്തു പറയണം. അതുമാത്രവുമല്ല, സ്വന്തമായി നിർമ്മിച്ച റിസോർട്ടിന്റെ ആ ഒരു മതില് ഇനി അതും കൂടി പൊളിക്കേണ്ടി വരുന്ന സാഹചര്യമാണ് മാത്യു കുഴൽനാടന്റെ മുന്നിൽ ഇനി ഉള്ളത് എന്നുള്ളതാണ് വസ്തുത. നമുക്ക് കാര്യങ്ങളിലേക്ക് വരാം. മാത്യു കുഴൽനാടൻ ചിന്നക്കനാലിൽ ഒരു റിസോർട്ട് സ്ഥാപിച്ചിട്ടുണ്ടായിരുന്നു. ആ റിസോർട്ടിന്റെ ഭൂമിയായ 1 ഏക്കർ 20 സെന്റ് ഭൂമി ആധാരത്തിൽ കാണിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷേ അളന്നു വന്നപ്പോൾ അത് 50 സെന്റ് കൂടി അധികമുണ്ട് എന്ന കാര്യം മനസ്സിലായിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഈ 50 സെന്റ് എങ്ങനെ വന്നു എന്ന് അന്വേഷിച്ച് പോയപ്പോഴാണ് അത് സർക്കാർ ഭൂമിയാണെന്ന് റവന്യൂ ഉദ്യോഗസ്ഥരും വിജിലൻസ് ഉദ്യോഗസ്ഥരും കണ്ടെത്തിയത്. അതിന്റെ അടിസ്ഥാനത്തിലാണ് സർക്കാർ ഭൂമി തിരിച്ചു പിടിക്കാനുള്ള നടപടികളുമായി റവന്യൂ ഉദ്യോഗസ്ഥർ മുന്നോട്ട് പോകുന്നു. കളക്ടർക്ക് അനുമതിക്കായി അപേക്ഷിക്കുന്നു. കളക്ടർ ഇന്ന് തന്നെ ഈ ഭൂമി തിരിച്ചു പിടിക്കാനുള്ള നിർദ്ദേശം നൽകി കഴിഞ്ഞിരിക്കുകയാണ്. അങ്ങനെയാണെങ്കിൽ വലിയ ആദർശധീരതയൊക്കെ പറഞ്ഞ് വലിയ അഴിമതിക്കെതിരെ വലിയ പ്രവർത്തനം നടത്തുന്നു, ക്രമക്കേടുകൾക്കെതിരെ വലിയ ശബ്ദമുയർത്തുന്ന ആളെന്ന രീതിയിൽ പറഞ്ഞ മാത്യു കുഴൽനാടൻ സ്വന്തമായി ഇത്തരത്തിലൊരു ക്രമക്കേട് നടത്തുമ്പോൾ അതുകൂടി ഒന്ന് വിളിച്ചു പറയാനുള്ള ഒരു ചങ്കൂറ്റം കാണിക്കാഞ്ഞത് എന്തുകൊണ്ടാണ് എന്ന ചോദ്യം ഇവിടെ പ്രസക്തമായി നിൽക്കുകയാണ്. മാത്രമല്ല, ഈ ഒരു 50 സെന്റ് കൈയേറിയ സാഹചര്യത്തിൽ അതിനെ പറ്റിയുള്ള ചോദ്യങ്ങൾക്ക് പറഞ്ഞത്, ഞാൻ ഈ വസ്തു വാങ്ങുന്ന സമയത്ത് ഈ വസ്തു അളക്കാൻ വിട്ടുപോയി, അതുകൊണ്ടാണ് ഞാനിത് കാണാതിരുന്നത് എന്നാണ് പറയുന്നത്. പക്ഷേ ഈ 50 സെന്റിലാണ് ഈ റിസോർട്ടിന്റെ ചുറ്റുമതിൽ പണിഞ്ഞിരിക്കുന്നത് എന്നുള്ളത് മറ്റൊരു പ്രത്യേകതയാണ്. അതായത് കൃത്യമായി പറഞ്ഞാൽ ഈ ഭൂമി തൻ്റേതുകൂടിയാണ് എന്ന് ചേർത്ത് വെക്കാൻ വേണ്ടിയിട്ടാണ് അവിടെ സർക്കാർ ഭൂമിയിൽ തന്നെ മതിൽ പണിഞ്ഞതും അതും ഈ റിസോർട്ടിനൊപ്പം ചേർത്ത് വെച്ചതും എന്നുള്ളതും ഇവിടെ വളരെ പ്രസക്തമായ ഒന്ന് തന്നെയാണ്. എന്തായാലും ഇതുമായി ബന്ധപ്പെട്ട ആദ്യം വിജിലൻസ് ആയിരുന്നു ഒരു പ്രാഥമിക അന്വേഷണം നടത്തിയത്. ഇതിലെ കണ്ടെത്തൽ പിന്നീട് റവന്യൂ വകുപ്പ് ശരിവെക്കുകയായിരുന്നു. അതുമായി ബന്ധപ്പെട്ട് റവന്യൂ വകുപ്പ് കളക്ടർക്ക് റിപ്പോർട്ട് നൽകിയിരുന്നു. ഉടുമ്പൻചോല ലാൻഡ് റവന്യൂ തഹസിൽദാറാണ് ജില്ലാ കളക്ടർക്ക് റിപ്പോർട്ട് സമർപ്പിച്ചത്. ഭൂമി ഏറ്റെടുക്കുന്നതിന്റെ പ്രാഥമിക നടപടിയായി വില്ലേജ് ഓഫീസറോട് സർവേ റിപ്പോർട്ട് വാങ്ങാനും ഇപ്പോൾ തീരുമാനിച്ചിട്ടുണ്ട്. മാത്യു കുഴൽനാടൻ MLAയുടെ റിസോർട്ട് ഉൾപ്പെടെ 1 ഏക്കർ 20 സെന്റ് ഭൂമിയാണ് ആധാരത്തിനൊപ്പമുള്ളത്. എന്നാൽ ഇതോടൊപ്പം 50 സെന്റ് സർക്കാർ ഭൂമി കയ്യേറിയതായി എന്നാണ് റവന്യൂ കണ്ടുപിടിച്ചിരിക്കുന്നത്. റവന്യൂ വകുപ്പ് കണ്ടുപിടിച്ചിരിക്കുന്നത്. വിജിലൻസും അത് തന്നെയാണ് അവരുടെ പ്രാഥമിക അന്വേഷണത്തിൽ കണ്ടുപിടിച്ചിട്ടുണ്ടായിരുന്നത്. ഈ വില്ലേജ് അധികൃതർ ഈ സ്ഥലം അളന്നപ്പോഴാണ് ഈ ഭൂമി അനധികൃതമായി കെട്ടിയെടുത്തതാണ്, അവിടെ സർക്കാർ ഭൂമിയായ 50 സെന്റ് കൂടെ ഉണ്ടായിരുന്നു, അതുകൂടി റിസോർട്ടിനൊപ്പം ചേർത്തുകൊണ്ട് എല്ലാം തൻ്റെ സ്വന്തമാക്കാനുള്ള ഓട്ടത്തിലായിരുന്നു നമ്മുടെ മാത്യു കുഴൽനാടൻ. അതിനിടയിലാണ് ഇത്തരത്തിലൊരു പണി അദ്ദേഹത്തിന് വന്നത് എന്ന് പറയേണ്ടി വരും. റിസോർട്ട് ഭൂമിയിൽ 1000 ചതുരശ്ര അടി വിസ്തീർണമുള്ള കെട്ടിടമുള്ള കാര്യം രജിസ്ട്രേഷൻ സമയത്ത് മറച്ചുവെച്ചു എന്നുകൂടി ഒരു പ്രശ്നം നിലനിൽക്കുന്നുണ്ട്. കെട്ടിടത്തിന് 18 ലക്ഷം രൂപ മൂല്യമുണ്ട്. സർക്കാരിന് കിട്ടേണ്ട നികുതി ഇതോടെ നഷ്ടമായി എന്നുകൂടി പറയുന്നുണ്ട്. 50 സെന്റ് സർക്കാർ ഭൂമി കയ്യേറി സംരക്ഷണ ഭിത്തി നിയമിച്ചു. മിച്ചഭൂമി ഉൾപ്പെട്ട ഭൂമിയിലാണ് റിസോർട്ട് നിൽക്കുന്നത്. അതുകൊണ്ട് കേസിൽ ഉൾപ്പെട്ടതിനാൽ രജിസ്ട്രേഷനോ പോക്കുവരവോ സാധ്യമല്ലെന്നും ഭൂമി രജിസ്ട്രേഷനിൽ ക്രമക്കേടുകൾ നടന്നിട്ടുണ്ടെന്നും വിജിലൻസിന്റെ പ്രാഥമിക വിലയിരുത്തൽ കണ്ടെത്തിയിട്ടുണ്ടായിരുന്നു. മാത്യു കുഴൽനാടന് ഇനി ഓരോരോ പണിയും കൂടെ വരാൻ പോവുകയാണ്. അതിൽ ആദ്യത്തേത് 1000 ചതുരശ്ര അടി വിസ്തീർണമുള്ള കെട്ടിടമുള്ള കാര്യമാണ്. അവിടെ ഒരു റിസോർട്ട് പണിഞ്ഞിട്ടുണ്ടായിരുന്നു, അത് രജിസ്ട്രേഷൻ സമയത്ത് മറച്ചു വെച്ചു എന്നൊരു പ്രശ്നം കൂടി അവിടെ നിലനിൽക്കുന്നുണ്ട്. അതിന് 18 ലക്ഷം രൂപ മൂല്യമുള്ള ഒരു കെട്ടിടമാണ് അത് പണിഞ്ഞത്. അതുകൊണ്ട് തന്നെ അതിന് നികുതി അടയ്ക്കേണ്ടത് വേണ്ടായിരുന്നു. പക്ഷെ അത് അടച്ചില്ല. അത് അടയ്ക്കേണ്ട എന്ന നിലപാടായിരുന്നു മാത്യു കുഴൽനാടൻ ഉണ്ടായിരുന്നത്. അതുകൊണ്ട് ആ ഒരു ഭൂമിയുടെ ആ ഒരു കെട്ടിടത്തിന്റെ നികുതി അദ്ദേഹം അടച്ചിരുന്നില്ല എന്ന് മാത്രമല്ല, ഈ 50 സെന്റ് സർക്കാർ ഭൂമി കയ്യേറി സംരക്ഷണ ഭിത്തി നിയമിച്ചു എന്നൊരു പ്രശ്നം കൂടി അവിടെ നിൽക്കുന്നുണ്ട്. അതിനൊപ്പം മിച്ച ഭൂമിയിൽ ഉൾപ്പെട്ട ഭൂമിയാണ് എന്നതാണ് ഇതിൽ മറ്റൊരു കാര്യം. അങ്ങനെയാണെങ്കിൽ കെട്ടിട നിർമ്മാണത്തിന് പറ്റില്ല എന്ന് മാത്രവുമല്ല, ആ ഭൂമി കൈമാറാൻ പറ്റില്ല എന്നൊരു പ്രശ്നം കൂടി നിലനിൽക്കുന്നു. അത്തരത്തിലുള്ള റിപ്പോർട്ടുകൾ ഇപ്പോൾ വരുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ ആ മിച്ച ഭൂമി വാങ്ങിയതിൽ പേരിൽ ഇനിയും ചോദ്യം ചെയ്യലുകളൊക്കെ തന്നെ നേരിടേണ്ടി വരും എന്നുള്ളതാണ് അതിൽ നിന്ന് മനസ്സിലാക്കേണ്ടത്. എന്തായാലും മാത്യു കുഴൽനാടന്റെ കഷ്ടകാലം അവസാനിക്കുന്നില്ല. സ്വന്തമായി അഴിമതിയും മറ്റു ക്രമക്കേടുകൾക്കുമൊക്കെ തന്നെ ശബ്ദമുയർത്തിയ മാത്യു കുഴൽനാടൻ ഇനി സ്വന്തമായി താൻ നടത്തിയ അഴിമതിക്കെതിരെ ഇനി കോടതിയിൽ കയറി ഇറങ്ങേണ്ട അവസ്ഥയിലേക്ക് കാര്യങ്ങൾ പോവുകയാണ്. മാത്യു കുഴൽനാടന്റെ തനി നിറം ഇപ്പോഴാണ് പുറത്തു വന്നിരിക്കുന്നത്.